അർഹമായ വിശ്രമ സമയം ആവശ്യപ്പെട്ട് റെയിൽവേ ലോക്കോ പൈലറ്റുമാർ നടത്തിയ സമരത്തിൽ ഇടപെടൽ. 16 ലോക്കോ പൈലറ്റുമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. 17ാം ദിവസവും സമരം തുടരുകയാണ്. ശാന്തകുമാറുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, അങ്ങനെ ഒടുവിൽ ഒരു ഇടപെടൽ ഉണ്ടായി അല്ലേ? തീർച്ചയായിട്ടും ഇവരുടെ സമരം 17 ദിവസം തുടരുന്നുണ്ട്. ഈ തുടരുന്നതിനിടയിലും ഈ 24 പേർക്കെതിരെ നേരത്തെ സസ്പെൻഷൻ കൊടുത്തിരുന്നു. ഈ സസ്പെൻഷനാണ് ഇപ്പോൾ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേരെ സസ്പെൻഡ് ചെയ്തിരുന്നത് സേലം ഡിവിഷനിലാണ്. ഈ സേലം ഡിവിഷനിൽ 14 പേരെയും പാലക്കാട് ചെന്നൈ ഡിവിഷനുകളിൽ ഓരോരുത്തരുടെയും സസ്പെൻഷനാണ് ഇപ്പോൾ പിൻവലിച്ചിട്ടിരിക്കുന്നത്. ഇവരുടെ സമരം എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. കാരണം ഇവർ ജോലിയിൽ നിന്നും മാറി നിന്നോ ജോലിക്ക് സമയത്തിൽ നിന്ന് ക്രമീകരണം നടത്തിയോ അല്ല ഇവരുടെ സമരം നടക്കുന്നത്. ഇവർ ചെയ്യുന്നത് ഇവരുടെ വിശ്രമ സമയം കൂടി ജോലിക്ക് ശേഷം ഉൾപ്പെടുത്തി ആ സമയം ഇവർ നിശ്ചയിക്കുന്ന നിയമപ്രകാരമുള്ള സമയം എടുത്തുകൊണ്ട് ആണ് അവർ പിന്നീട് ജോലിക്ക് പോകുന്നത്. അതിനിടയിലാണ് ഇവർക്ക് സസ്പെൻഷൻ ആവുന്നത്. ഈ സസ്പെൻഷനിൽ വരുന്നത് പ്രധാനമായും അവരുടെ ലീവിനെ, അവർക്ക് അവധിയും ഓഫും ലഭിക്കുന്നത് നിയന്ത്രിച്ചുകൊണ്ടുള്ളതായിരുന്നു. മറ്റേ റെയിൽവേ ഡിവിഷൻ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. അതിൽ നിന്ന് മാറ്റമാണ് ഇപ്പോൾ സസ്പെൻഷനിലൂടെ വന്നിരിക്കുന്നത്. എന്തായാലും സമരം 17ാം ദിവസവും തുടരുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയാണ് അവർ ഈ സമരം തുടരുന്നത് എന്ന് തന്നെയാണ് ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ശാന്തൻ, എന്താണെങ്കിലും അർഹമായ വിശ്രമ സമയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റെയിൽവേ ലോക്കോ പൈലറ്റുമാരുടെ സമരം അത് 17ാം ദിവസവും തുടരുകയാണ്. പക്ഷേ ആശ്വാസകരമായ കാര്യം 16 ലോക്കോ പൈലറ്റുമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു എന്നുള്ള കാര്യമാണ്.